മാലയോർത്തിയേ മാലയോർത്തിയേ. ആ കുട്ടിശങ്കരമേനോൻ വരണ്ടേ? വടക്കേർത്ത് എത്തിയപ്പോ വയറ്റിന്നൊരു കാളിച്ച മാതിരി. കഞ്ഞിലോടുണ്ടോ തൃപ്പിട്ടെടുക്കേ? ചെറുമിക്ക് കൊടുക്കാനുള്ള കഞ്ഞിയേ ഉള്ളൂ. ഇതാ ഇത് കഴിച്ചോളൂ. എന്തൊരു താളം താളം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയാ. എപ്പോഴാ വിശപ്പ് വരിക, എദ്യാ വിശപ്പ് വരിക ഒന്നും പറയാൻ പറ്റില്ല. വിശപ്പ് കേട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ വാരി വെച്ച് നിന്നോ, ചോറോ കഞ്ഞിയോ, ഇല്ലെങ്കിൽ അപ്പ തലയിറങ്ങി വീഴും. 2 ദിവസം ഇല്ലേ ചുനാര്? എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്തിന് എന്തെല്ലാമോ വാരി ഒളിച്ച് വെളിയിലേക്ക് ഇട്ടുക. അപ്പോ കുട്ടിശങ്കരമേനോൻ നോക്കിയില്ലേ? അതിനെങ്ങനെയാ? സൂചി കുത്തി അവളിന്റെ ബോധം കെടുത്ത് ഉറക്കിയില്ലേ? അല്ലേ ഞാൻ നോക്കില്ലേ? ഇങ്ങനെ നാട് മുഴുവൻ തെണ്ടണ നേരം കൊണ്ട് ആ പറമ്പിൽ ഇത്തിരി കൊത്തും കിളയും ചെയ്തൂടെ? പലഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. ഇവിടെ ഒന്നുമില്ല. ഭാഗം കഴിഞ്ഞ് പോയത് വെച്ചാലും എനിക്ക് മാളൂർത്തി വേറെയൊന്നും വിചാരമില്ല കേട്ടോ അച്ഛനാരെ. ആ ചുടുവെള്ളം കൂടി ചെന്നപ്പോ ഒരു വിയർപ്പും ഒരു ആശ്വാസവും. എന്നാ ഞാൻ കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഈ കുട്ടി അവിടെ പണിക്ക് നിർത്താനാ? അമ്പലത്തിന്റെ അവിടെ പോയി ചോദിച്ചാ മതി. കിഴക്കുംപാട്ടേക്കുള്ള വഴി ഏതാണ്? ഞങ്ങൾ അക്കരന്ന് വരിക. ആരാ നിങ്ങളെ അയച്ചേ? ഞങ്ങളോട് വന്ന് പറഞ്ഞത് നെയ്ത്തമാപ്പിളയാണ്. മാപ്പിളയോട് പറഞ്ഞത് ഇവിടുത്തെ കാര്യസ്ഥനാ. 2 അടി നടന്നാ കിതയ്ക്കും, വയ്യ. കയറിയിരിക്കൂ. ആവോ, കേക്കും പാട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇക്കരയ്ക്ക് ഞാൻ അധികം വന്നിട്ടില്ല. അക്കരെ എവിടെയാ വീട്? ഞങ്ങള് വെളുത്തടത്തോരാ. ഇതെന്റെ മോളുടെ മോളാ. എവളുടെ അമ്മ മരിച്ച പിന്നെ ദേശപ്പണിയുടെ കാര്യമൊക്കെ മോശ. ആമക്കളില്ലേ? ഉവ്വ്, മരിച്ചവളുടെ മൂത്തത് ഒരു മോനുണ്ട്. അവന്റെ ഭാര്യ ഞാനും കൂടിയിട്ട് പലക്ക്. എന്താ പേര്? കുഞ്ഞുമാളു. മറ്റെവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മകൻ പഠിപ്പ് കഴിഞ്ഞ് വന്ന അവനും കൂടി ഉണ്ടാവും. അവന് സ്ഥിരമായിട്ടുണ്ടാവില്ല, വല്ല ജോലിയായി പോണവരെ ഉണ്ടാവും. പുറംപണിക്ക് ചെറുമയുണ്ട്. എല്ലാ വീട്ടിലും സോപ്പിന്റെ പൊടിയുണ്ടുള്ള അലക്ക് ഇസ്തിരിപ്പെട്ടിയായി. ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാണ്ടായി. വയ്യാത്തടുത്ത് വഴി നടന്നാലേ ഇന്ന് ഇവിടെ പാത്തിട്ട് നാളെ പോവാ. വൈകുന്നേരത്തേക്ക് എത്തുമെന്നും പറഞ്ഞു
പോന്നതാ. ഞാൻ നടക്ക. മാസം കാര്യസ്ഥൻ അച്ഛനേരെ കയ്യിൽ ഇവളുടെ ശമ്പളം കൊടുത്തയക്കട്ടോ. ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ നടക്കണ കുഞ്ഞുമാളു. പോരുമ്പം പറഞ്ഞില്ലേ, നല്ല പേര് കേൾപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ലതാ. ഞാൻ നടക്കട്ടെ. ഇളതരം മാറിയിട്ടില്ല പെണ്ണിന്. ഏറ്റല്ല ഒക്കെ ശരിയായിക്കൊള്ളും. ഇടയ്ക്ക് വരൂട്ടോ. കുഞ്ഞുമാളു വരൂ. ഞാൻ അവിടെയാ കിടക്കുക, നിനക്ക് ഇവിടെ കിടക്കാം. രാത്രി വിളിച്ചാ കേൾക്കണടുത്ത്. അടുക്കള കിണറാ, അതുകൊണ്ട് വെള്ളം കെട്ടിപ്പേര് കൊണ്ടുവരുന്ന പണിയൊന്നും ഇല്ല. വിറക് ചെറുമം വെട്ടിട്ടോളും. വൃത്തിയും വെടുപ്പുമാണ് കാര്യം. കഴിഞ്ഞ വേനൽപൂട്ടിന് ഹരിദാസം വന്നപ്പോ ചോറിലൊരു മുടി കണ്ടു. 3 ദിവസത്തിന് പിന്നെ ചാപ്പാട് കഴിച്ചില്ല. നിന്റെ സാധനങ്ങളൊക്കെ ആ വടക്കേ കുട്ടിയറയില് ഒരു ഇരുമ്പ് പെട്ടിണ്ട്, അതില് വെച്ചട്ടോ. അലവി തരാനുള്ളത് മുഴുവൻ തന്നില്ല. ഇനിയുണ്ട് ബാക്കി 20. നാളെ തോട്ടങ്ങളൊക്കെ പുറംപണിക്കാരെ 2 ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അക്കരയെന്നൊരു വെളുത്താഴ്ത്തിക്കുട്ടി വന്നിട്ടുണ്ട് പണിക്ക്. നെയ്ത്തം പറഞ്ഞിട്ടാണത്രേ. നേരാ, നെയ്ത്തിനോട് ഞാൻ പറഞ്ഞിരുന്നതാ. ആളെങ്ങനെ? വന്നിട്ടല്ലേ ഉള്ളൂ. വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ അകത്തൊരാളുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. വെളുത്താഴ്ച കണ്ടാ തോന്നില്ല. ഇനി അത് ആരോടും വിസ്തരിക്കാനും പോണില്ല. കാര്യം നടക്കട്ടെ. അടയ്ക്കക്കാരന് അവധി പറഞ്ഞ നാളെയാണേ. ശരി, നാളെ പോയി നോക്കാം. പിന്നെ ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ബാക്കി തന്നാ മതിയായിരുന്നില്ലേ? ഇതാ. ഓ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ദീപം ദീപം തിരുശ്രീയത്തുള്ള കൂട്ടത്തിലാ. എന്നാലും തിരുകൂടി പ്രായമുള്ളത് മതിയായിരുന്നു. താഴെയുള്ളവര് പഠിക്കുന്നുണ്ടോ? ചെറിയൊരു 2 ആളും. നിങ്ങളുടെ അച്ഛൻ ഒന്നും തരില്ലേ? ആദ്യമൊക്കെ തന്നിരുന്നു. ഇപ്പോ ചെറിയൊരു 2 ആളെ അയച്ചു നോക്കി, ഒന്നും കൊടുത്തയച്ചില്ല. പാവം. ഇപ്പൊ അച്ഛൻ വേറെ സംബന്ധം കഴിച്ചിട്ടുണ്ടത്രേ. ആണായാലും പെണ്ണായാലും മണ്ടേല് വരെ നന്നാവണം. നീ വിളക്കണച്ച് പോയി കിടന്നോ.
അഴിച്ചു കെട്ടിക്കോ. ചില നേരത്തെ ആളെ കണ്ട അതിനൊരു കുറുമ്പുണ്ട്, സൂക്ഷിക്കണം ഇട്ടുവോ. ആ നിനക്ക് ചവിട്ടലും മുട്ടലും ഒക്കെ ഉണ്ടോ? എന്നെ മറിച്ചിടാൻ നോക്കിയാലേ നിനക്ക് ഞാൻ കഞ്ഞിവെള്ളവും തരില്ല, വൈക്കോലും തരില്ല. തരം കിട്ടിയാ തല്ലും ചെയ്യും. ആളുകൾ നിന്നെ പറ്റി വെറുതെ പറയല്ലേ. ഇഷ്ടമില്ലാത്തവര് വരുമ്പോ വികൃതി കാട്ടും. അങ്ങനെ തന്നെ വേണം. നടന്നോ നടന്നോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അമ്മേ. ഇങ്ങനെ വെള്ളം കലക്കിയാലോ കുട്ടികളെ, അടിയിൽ അപ്പടി ചേറല്ലേ. അബൂക്കരേ, ഒരു പുട്ടും പഴം. ഈ പുട്ടും കടലും കുഴച്ച് തിന്നാ അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. പപ്പടം കൂടി ഉണ്ട് അതിവിശേഷേ. ഇതെനിക്കാ. അച്ഛനാളെ തന്നെ പറയണേ. അബൂക്കരേ, കുട്ടിശങ്കരമന്നെ ഒരു പുട്ടും കടലയും കൊടുക്കൂ, ഒരു പപ്പടവും. എന്താ നിലപ്പഴം മാറ്റിക്കൂടാക്കി. സ്വല്പം അങ്ങോട്ട് മാറിയിരിക്കുക, എല്ലാവർക്കും ഇരിക്കണ്ടേ. അച്ഛനേരെ ഒന്നുമില്ല. മേനോൻ കഴിക്കൂ. പ്രസാദം വേണോ? നമ്പൂരി എനിക്ക് കുറച്ചേറെ ഇട്ടു. എന്റെ അകത്ത് കയറി തൊഴാത്തെ? പണിയുണ്ട്. കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കിഴക്കുംപാട്ട്. അത് ശരി. കുട്ടി തന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ. നേരത്തെ വരായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂ ഇരിഞ്ഞിരുന്നു. ഇന്നലെ സന്ധ്യക്ക് തൃപ്പടിമേലെ ആരോ പണം വെച്ചിരുന്നു. പൂപ്പയും വിരിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇവിടുത്തെ തേവരുടെ വിശേഷം അത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും. നീലച്ച താമര ഒന്നേ വിരിയൂ. അത് വേറെ ലോകത്തിൽ എവിടെയില്ല. പരീക്ഷിക്കാൻ വെച്ചാലൊന്നും വിരിയില്ല കേട്ടോ. എവിടുന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം. വേറെ അമ്പലങ്ങളിൽ ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം. എവിടെയാ വീട്? ഞാൻ ഷാരത്തിയാണ്. ഏടത്തി വന്നോ അമ്മണി? അടുത്ത ആഴ്ച എത്തും. ആ, കുട്ടി നടന്നോളൂ. ഇനി എപ്പോഴും കാണാലോ. ഹരിദാസൻ എന്നാ വരണേ? ബാലുകുട്ടിയമ്മയുടെ മകൻ അറിയില്ല.